നമസ്കാരം. ഇലക്ഷന്റെ പ്രചരണങ്ങളും വോട്ടെടുപ്പും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നാം ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് റിസൾട്ട് വരാൻ വേണ്ടിയാണ്. മെയ് 4-ാം തീയതിയെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയക്കാരുൾപ്പെടെ ഏവരും കാത്തു നിൽക്കുകയാണ്. അതിലേറെ നമ്മൾ ആകാംക്ഷയോടെ ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളും തമിഴ്നാടുമാണ്. കാരണം തമിഴ്നാട്ടിലാവട്ടെ സ്റ്റാലിൻ വീണ്ടും വരുമോ എന്നതാണ് ചോദ്യം. വെസ്റ്റ് ബംഗാളിലും മമത വീണ്ടും എത്തുമോ എന്ന് തന്നെയാണ് ആകാംക്ഷ. ഇങ്ങനെയൊക്കെയാണെങ്കിലും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഈ ഇലക്ഷൻ പ്രചരണവും വോട്ടെടുപ്പും എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബവും കൊടൈക്കനാലിലേക്ക് സുവാസത്തിന് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി ആവട്ടെ കുടുംബസമേതം വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. നമ്മുടെ ഇളയ ദളപതി TVKയുടെ അധ്യക്ഷൻ വിജയ് ആവട്ടെ അദ്ദേഹം തമിഴ്നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. മെയ് 4-ാം തീയതി വിദേശത്തേക്ക് പോകാൻ വേണ്ടി മുൻകൂട്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം മെയ് 4 എന്ന് പറയുന്നത് പ്രശസ്ത സിനിമാ നടി തൃഷയുടെ പിറന്നാളും കൂടിയാണ്. തമിഴ്നാട്ടിൽ പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് എന്ന നടൻ ഇക്കുറി അദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉള്ള മാതാപിതാക്കൾ ഏവരും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. കാരണം വിജയുടെ പരാജയമോ അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയുടെ പരാജയമോ ഒരുപക്ഷെ താങ്ങാനും ഉൾക്കൊള്ളാനുള്ള മനക്കരുത്ത് കുട്ടികൾക്കുണ്ടായെന്ന് വരികയല്ല. അതുകൊണ്ട് ഏവരും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തകര്, സൈക്കോളജിക്കൽ വിദഗ്ധര് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ തലമുറ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാനാവാത്ത അല്ലെങ്കിൽ അവർക്ക് താങ്ങാനാവാത്ത എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അവർ അടുത്ത് ചെയ്യുന്ന പരിപാടി എന്താണ് എന്ന് വളരെ ചുരുക്കം കുട്ടികളിൽ അത്തരം സ്വഭാവ പ്രകടനങ്ങൾ ദൂഷ്യങ്ങളുണ്ടെങ്കിലും അത് ഏറെ ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് മൊത്തത്തിലുള്ള തമിഴ്നാട് ഉടനീളമുള്ള ഒരു ചർച്ചാ വിഷയങ്ങൾ എന്നതും കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഒരുപക്ഷെ വിജയ് ലക്ഷ്യസ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ മെയ് 4-ാം തീയതിത്തെ വിദേശയാത്ര അദ്ദേഹം ക്യാൻസൽ ചെയ്യുമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ ഏതാണ്ട് പൂർണ്ണരൂപം മനസ്സിലാക്കി അദ്ദേഹം ഒരുപക്ഷെ വിദേശത്തേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും ഇവിടെ സൂചിപ്പിക്കുന്നത്. സോഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ് മീഡിയ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.